എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ സുഭാഷിതം ഇപ്രകാരമാണ്: ക്രോധോ ഹി ശത്രുഹു. നമ്മുടെ പ്രധാന ശത്രു ദേഷ്യമാണ്. ദേഷ്യപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റായി പോകാറുണ്ട്. കുടുംബത്തിൽ കലഹത്തിനും ബന്ധുമിത്രാദികളുടെ ഇടയിൽ അകൽച്ചയ്ക്കും ഒരാളുടെ ദേഷ്യം കാരണമായി ഭവിക്കുന്നു. അതുകൊണ്ട് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പഠിക്കണം. ദേഷ്യമുണ്ടാകാൻ കാരണം പലതാണ്. ചില വസ്തുക്കളെയോ വ്യക്തികളെയോ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച് അത് ലഭിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഇച്ഛാഭംഗത്തിൽ നിന്നും ക്രോധമുണ്ടാകാം. തനിക്ക് എല്ലാം അറിയാം എന്നൊരു അമിതമായ ആത്മവിശ്വാസമോ അഹങ്കാരമോ ഉള്ളപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ദേഷ്യമുണ്ടാകാം. തൻ്റെ അറിവില്ലായ്മ മറ്റുള്ളവർ അറിയുമ്പോൾ ദേഷ്യം വരാം. ഇങ്ങനെ ദേഷ്യം വരാൻ കാരണം നിരവധിയാണ്. പക്ഷേ അതിനെ നിയന്ത്രിച്ചാലേ നമുക്ക് മനസ്സമാധാനം കിട്ടുകയുള്ളൂ. അതിന് ധ്യാനം ശീലിക്കണം. മനസ്സിൽ ഇഷ്ടദൈവത്തെ വിചാരിച്ചുകൊണ്ട് കുറച്ചു നേരം ദിവസവും ധ്യാനിച്ചാൽ ക്രമേണ നമുക്ക് ക്രോധത്തെ നിയന്ത്രിക്കാം. ക്രമേണ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും കൈവരും. അടുത്ത സുഭാഷിതത്തിനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. എൻ്റെ പേര് ലളിതാംബിക വിശ്വനാഥൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.